ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവചന കേൾവിക്കായി പ്രഭാതത്തിൽ കാത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തേശുവിൽ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇസ്രായേലേ, നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിൽ ഒരു ശേഷിപ്പ് മാത്രം മടങ്ങിവരും. ദൈവപാദപീഠത്തിൽ യെശയ്യാവ് ഇസ്രായേലിനെ നോക്കി പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗം, ഭാവി ഇസ്രായേലിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവചിക്കുന്ന പ്രവചന ഗ്രന്ഥത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദാസനായ യെശയ്യാവ് വിളിച്ചു പറയുന്നു, ഇസ്രായേലേ, നീ കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയുള്ളൂ. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഒരു രക്ഷിത ഗണം ദൈവത്തിനുണ്ട് എന്നുള്ളതാണ്. ഈ രക്ഷിത ഗണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തപ്പെടാതെ ദൈവത്തിനൊരിക്കലും ഈ ഭൂമിയിൽ വരാൻ കഴിയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഉയർത്തെഴുന്നേറ്റ് പോകുന്ന യാത്രയിൽ താൻ ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ പോയിക്കഴിഞ്ഞാൽ, നിങ്ങൾക്കായി സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ വേഗം മടങ്ങി വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വന്നു ചേർത്തുകൊള്ളും. അപ്പോൾ ദൈവത്തിൻ്റെ മടങ്ങിവരവ് സംഭവിക്കണമെങ്കിൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു രക്ഷിത ഗണം ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് വരവാൻ തയ്യാറാകണം. നാം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് വാസ്തവത്തിൽ. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാമിനോട് ദൈവം കൊടുത്തു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്ന ദൈവപൈതലിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ മാത്രമല്ല, പുതിയ നിയമസഭയിലേക്ക് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, യഹൂദരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രമായ നമ്മിൽ നിങ്ങൾ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ നാം മനസ്സിലാക്കണം, ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തിൻ്റെ ജനമല്ല എന്ന് വിളിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി മാറ്റിയിരിക്കുന്ന ഒരനുഭവം. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വരാതെ ദൈവത്തിനൊരിക്കലും ഭൂമിയിൽ വരാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ രക്ഷിത ഗണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം. നമ്മെ പലപ്പോഴും അലട്ടുന്നൊരു വിഷയം നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം. ലോത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ പ്രയാസമായിരുന്നത്, അല്ല ദൈവം ആഗ്രഹിച്ച പർവ്വതത്തിലേക്ക് ഓടിയെത്താൻ ലോത്തിന് സമയമെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നത്, ലോത്തിനെ പലപ്പോഴും ലോത്തിൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്, സമൂഹത്തിൽ ലോത്തിന് കിട്ടിയ ബഹുമാനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതി ലോത്ത് ദൈവസന്നിധിയിൽ വരുവാൻ താമസിച്ചു. നമ്മളോട് തന്നെ ചോദിച്ചേ, ഞാനൊരു രക്ഷിത ഗണമാണെന്നും ഞാൻ ദൈവത്തിന് പ്രിയ പൈതലാണെന്നും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുമ്പോൾ പലപ്പോഴും നാം സമൂഹത്തെ കണ്ട് ഭയപ്പെടുന്നവരായി മാറുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ട് ഭയപ്പെടുന്നവരായി മാറുന്നു. പക്ഷേ യോബിൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും രോഗങ്ങളും ഒന്നു മാറി സമൂഹത്തിനകത്ത് നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു, സമ്പത്തുകൾ നഷ്ടപ്പെട്ടു, തൻ്റെ പ്രിയപ്പെട്ടവൾ തനിക്കെതിരായി മാറുമ്പോഴും യോബിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം യോബിനെ ദൈവത്തോട് കൂടുതൽ ചേർത്താണ് നിർത്തിയത്. നമ്മളിന്ന് പകൽക്കാലം എന്തു തീരുമാനിക്കും? ദൈവസന്നിധിയിൽ ദൈവത്തോടടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ സമൂഹം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? ഞാൻ ഈ ദൈവത്തോടടുത്താൽ സമൂഹം എന്നെ എങ്ങനെ വിലയിരുത്തും? അങ്ങനെയല്ലേ നാം പലപ്പോഴും ദൈവത്തോടടുക്കാൻ നാളെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് നാം കരുതുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, അയ്യോ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ എന്നെ എങ്ങനെ കാണും, എന്നെ ഉൾക്കൊള്ളുമോ, എന്നെ വിട്ട് പിന്തിരിഞ്ഞു പോകത്തില്ലേ? ഈ ചിന്തയാണ് പ്രിയരെ പലപ്പോഴും ലോത്തിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ കാരണം.
വേദപുസ്തകത്തിൽ വിശുദ്ധന്മാർ പറയുന്നത് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. നീതിയില്ലേ? നീതിയുണ്ട്, പക്ഷെ വലച്ചിൽ വന്നു. എന്താ കാര്യം? പലപ്പോഴും ലോകത്തിലുള്ള പലതും എനിക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ തടസ്സമായി, ദൈവത്തിൻ്റെ പാദപീഠത്തോട് അടുക്കുവാൻ തടസ്സം നിന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഭക്തൻ വലഞ്ഞു പോകുവാനിടയായി. ഇന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ലോകത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ ആമേൻ എന്നെ വിട്ടു പോയാലോ എന്നുള്ള പേടി, ഞാൻ ജനിപ്പിച്ച എൻ്റെ തലമുറ എന്നെ ഉൾക്കൊണ്ടില്ലല്ലോ, ഉൾക്കൊള്ളാതിരുന്നാൽ ഞാൻ എന്തു ചെയ്യും എന്നുള്ള പേടി, സമൂഹം എന്നെ എങ്ങനെ വിലയിരുത്തും എന്നുള്ള പേടി, അല്ല ലോകത്തിൽ ഇന്നുള്ള എനിക്കുള്ള പ്രശസ്തി, പണം, എൻ്റെ കുടുംബ മഹിമ, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഈ ദൈവത്തെ സ്വീകരിപ്പാൻ ഇടയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ തകർന്നു പോയാലോ, ഞാൻ ഒന്നുമല്ലാത്തവനായി തീർന്നാലോ, എൻ്റെ പ്രശസ്തി ഒന്നുമല്ലാതായി തീരുമല്ലോ എന്നുള്ള ചിന്തകളാൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളൂ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രിയ മക്കൾ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ആ രക്ഷിത ഗണത്തിലേക്ക് ദൈവം നമ്മളെ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്ത് ആമേൻ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ മുൻപിലുള്ള സകലത്തെയും, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ പണമഹിമ, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മഹിമ, എൻ്റെ കുടുംബത്തിൻ്റെ മഹിമ, ബെന്യാമീൻ ഗോത്രക്കാരന്, കപ്പലുടമസ്ഥൻ്റെ മകനാണ്, ഡബിൾ PhD ഉള്ളവനാണ്, പരീശനിൽ നിന്ന് ജനിച്ച പരീശനാണ്, പരീശ ബെന്യാമീൻ ഗോത്രത്തിലെ ആദ്യമായി രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ രാജകുടുംബത്തിൽ നിന്ന് വന്നവനാണ്. പക്ഷെ പൗലോസ് പറയുന്ന വാക്ക്, ഞാനിതെല്ലാം ചപ്പും ചവറും എന്നെണ്ണി എൻ്റെ ക്രിസ്തുവിൽ ഞാൻ ഓടുവാൻ തയ്യാറാകുന്നു. അതേ പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ എന്താണോ എന്നെ പിന്നിലേക്ക് വലിക്കുന്നത് അതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി മുൻപിലേക്ക് ഓടുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രക്ഷിത ഗണത്തിൽ കാണുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.